ബോട്ട് ചങ്ങായി കൊടുത്തു. ആ വണ്ടിയുടെ ഇത് കണ്ട് റോഡോ ആയിക്കൊണ്ട് കുത്തിയേക്കല്ലേ. നിങ്ങൾ സിനിമ താടറാ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടതിന് എനക്കറിയാം. കേട്ടിന് ഇത് പറയുന്നത്. ഞാനിങ്ങോട്ടെ വെച്ചത് ഈ കറുത്ത വെള്ളമില്ല. നിങ്ങൾ പറഞ്ഞ അതല്ല വെള്ളത്തില്ല പറഞ്ഞു ഇത് നോക്കണ്ട. അല്ലാതെ ഇത് വെള്ളം നല്ല വെള്ളം. യോ യോ അതാ ഇത് ആള് സ്ഥലം കാണിച്ചില്ല. അല്ല വീത കിട്ടില്ലേ അപ്പട്ടി നോക്കേ അപ്പട്ടാ രണ്ട് ഏററിയാ അപ്പട്ടാ ഇളനീനാ ഇതാരോ കയ്യെത്താൻ ദൂരത്തെ സാധനം ഇല്ലേ. എന്താ ചെയ്യണ്ടേ? ആരും കൈക്കൊണ്ടു പോ. വീത കിട്ടോ നൈസ് പറയൂപ്പി പാഞ്ഞു വരും. അനാവസുണ്ട് അതിനെ എന്നാ പറയുന്നു. ഇത് കണ്ണടയിട്ട് വീശുമ്പോ ഞാൻ വിചാരിച്ചതൊന്നും ഉണ്ടാവൂല. ഇയാളങ്ങാണ്ട് സർപ്രൈസ് ആക്കാൻ നിന്നിനി. കൺഗ്രാജുലേഷൻസ് രാമൻകുട്ടി. ഹബീബി സൂറയാക്കിയത് സൂറ നോക്ക്. ഇത് സാധനം രാവിലെ പിന്നെ നമുക്ക് ഇത് ചെറുത് ചടപടയെ പൊളിയുന്നുണ്ട്. ആ ചെന്നത് ഇത് കൊരങ്ങ് കണക്കത്തെ സാധനം സാധനത്തിൽ പിടിച്ചേറ്റിയാ ഇങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്ക് നോക്ക് ഇങ്ങനെ എടുക്ക്. കിട്ടിയ വല കിട്ടിയ ഈ അമ്പസാനല്ലേ ഇത് പിടിച്ചത്. ഒരു പറയണ്ട അനാബസിനെ പ്രതീക്ഷിച്ചിട്ടാ. ഇത് സംഭവം എന്നറിയാം. എനിക്ക് ഇതിന്റെ കറക്റ്റ് കുണ്ടറിയാം. എനിക്ക് ഇനി വീശലാണേ. ഒരു മിനിറ്റ്, നിങ്ങൾ തൊപ്പിയും ഗ്ലാസ് വെച്ച് കാണിച്ചു കൊടുക്കും. നിങ്ങളെ മുഖം നിങ്ങൾ തിരിയണ്ടേ? ഇതേ ഗ്ലാമർ. നല്ലതറിയാം നല്ലതറിയാം. ആയിക്കോട്ടെ. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അടുത്തതായി നമുക്ക് വേണ്ടി രാവിലെ പട്ടുവത്തിന് വേണ്ടി രാവിലെ ഏറ്റെടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇവരെല്ലാം പറഞ്ഞേച്ച് വേണ്ടിരിക്കാം. ആ വീശിട്ട് രാവിലെ നമുക്ക് വേണ്ടി വീശാ പൊട്ടി. അതാ ഓല ഓല വേട് വേട് അതാ എടി ഇതെന്തല്ലോ പറയേ. ഇത് പറയുന്നത് കേക്കട്ടെ. ഇത് കുണ്ടിലെ കൊണ്ടിട്ട് ആ ചക്കര കൊണ്ടിട്ട് നോക്കട്ടെ. മട്ടനയില്ലത് നീ വാരിട്ട് മട്ടന പഠിച്ച ചെറുതെങ്കിൽ ചെറുത് നോക്കിട്ടെ പോലെ അതിന്റെ മുള്ളു നോക്കറാ. ഞാൻ ചോര കാണിക്കാത്ത യൂട്യൂബ് ചോര വിജൃംഭിക്കുന്നത്. ഇത് വിജൃംഭിച്ചിരിക്കുന്നുണ്ട്. പിടിക്കാ സാധനം നോക്കിയാട്ടെ കിട്ടില്ല. 1.5 കിലോ പീട്ടാ. ഈ ചങ്ങ ഇത് എടുത്ത കണ്ടുപിടിച്ചിട്ട് സ്ഥലം മൂപ്പ. ഇതെന്നാ ഫോറിനേഴ്സാ. ഫോറിനേഴ്സ് അടുക്ക് കോയലപ്പ കണക്ക് വീണത് നല്ല കറക്റ്റായി. എല്ലാം അത് കറക്റ്റ് കയറാണ്. അത് അളന്നിട്ടാ. ഇത് വീശുകാരനട്ടാ. ആ ജസീൽക്ക ആന്നെ ഈ സൈഡിൽ നിന്ന് വെച്ചേ നമ്മള് വലക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചുണ്ടിരി മഞ്ഞ തത്തേനെ കിടക്കത്തെ അല്ല. തത്ത മഞ്ഞല്ല അല്ലേ. എന്തോ സാധനട്ടെ ഇത്. ഇത് തൗക്കുറ്റി നോക്കണേ നല്ല മുള്ളു കറപ്പിക്കുന്നുണ്ട്. അതിതാ നമ്മ പറഞ്ഞോണ്ടാണ് സ്പെഷ്യൽ ഐറ്റം. ഇതാ തെറിക്കുന്ന സാധനം. തെറിയെന്നെല്ലാം പറഞ്ഞാല് ഇതാ തെയ്യം തുടങ്ങിയല്ലേ. ഇപ്പൊ ഒരു 2-3 അടുപ്പിച്ച് മുകളിലേക്ക് പിന്നെ മതിയില്ലേ. മതി എന്നാലും എന്തായാലും കിട്ടുമ്പോ പിടിക്കാലോ.
നീ പറഞ്ഞു കൊടുത്തിനാ? ഞാൻ പറഞ്ഞു കൊടുത്തിന്. പക്ഷെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ ആരോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മട്ടൻ കണ്ടിട്ടുണ്ടോ? സാറല്ല മട്ടലുണ്ടായിക്കോട്ടല്ല. എന്താ മട്ടലിനെ വേണ്ടല്ല, മട്ടനെ വേണ്ട, മീനെ വേണ്ട. കേറി വരുന്നുണ്ട്. തലമുറകളിൽ 8 മൂത്തയാണ്. ഈനെ നമുക്ക് കിട്ടണ്ട്. മീനെ ഗ്രില്ലടിക്കണം, ഇങ്ങനെ ബട്ടർഫ്ലൈ കട്ടടിച്ചിട്ട്. അതെന്നാ പറയുന്നത്. ഷാനുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വിശ്വസിക്കട്ടെ. ഈ നമുക്ക് വേണ്ടേ? ഈ നടക്കണേ. ഞാൻ തോല് വെച്ച് വെച്ച് കഴിഞ്ഞാല് നല്ല മസാല പിടിക്കും. തോല് വേണ്ട, തോല് വേണം. തോലുണ്ടെങ്കിൽ നല്ല രസം. തോലെടുത്ത് തിന്നണം. എന്നിട്ട് തോലെടുത്ത് ഇങ്ങനെ പോക്കറ്റിക്ക് എടുക്ക്. ഇത് നോക്കരുത്. ഇത് മയില് പിടിച്ച് വിറകി പിടിച്ചോണ്ടല്ലേ നമ്മളെ കുപ്പിയിലെ ഇതുപോലത്തെ മീനിലടാ. മറ്റേ ഈ ഫൈറ്റർ ചിറക് വിരിച്ച നമ്മളെ കൈന്റെ സൈസ് നോക്കി ഇത് വലിയ കയ്യായത് സാധനം. അതിന് പിന്നെ എല്ലാം പറയുന്നത് അച്ചിത്തൊണ്ടനാന്ന് പറയുന്ന അച്ചിത്തൊണ്ടൻ. അത് പോകട്ടെ. അല്ല അത് വിട്ടേപ്പോ പോട്ടെ. അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കും. ഇല്ല ഈ ദൂരത്ത് കാണിക്കാം. ക്ഷത്രിയന്മാർക്ക് ബ്ലഡ് വിഷയമല്ല. കൊട്ടത്തേങ്ങ വേണ്ടല്ലോ. ഇതൊക്കെ ആരാമണക്കത്ത് ഇങ്ങനെ ചെരിച്ചു പിടിക്കുമ്പോ തെറിപ്പിക്കുന്നു മോനെ. തെറിപ്പിക്കുന്നത് ഇതാണ് തെറിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നതല്ലേ തെറിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെ നിങ്ങൾ അതിന്റെ കാര്യപ്പെട്ട സ്ഥലത്ത് പിടിച്ചാൽ പിന്നെ തെറിപ്പിക്കൂല. രാവിലെ എന്താ പക്ക വീശാൻ പോന്ന്? നാടൊരു വീശിൽ വീശി ഇപ്പൊ പൊട്ടിക്കോ. ആ കുട്ടി രാവിലെ വീശിട്ട് 2 മഞ്ഞച്ചോട്ട ചേട്ടന് രാവിലെ വീശുന്നുണ്ടാ? ആ വീശി. രാവിലെ നല്ലൊരു വീശിയുണ്ട്. മഞ്ഞച്ചൂട്ടച്ചുണ്ട്. ഇനി ഇളക്കിയേക്കാൻ തോന്നും. 2 നല്ല കിടിലം മഞ്ഞച്ചൂട്ടച്ചുണ്ട്. ഇനി ഐസ് എന്ത് രസം നോക്കട്ടെ. വീതിട്ട് കിട്ടിയതും ഓക്കെ. എന്നാ പോയി കൊമ്മനെ പോടേ. അത് 2 മീൻ ചാട്ടെടുക്ക് പോട്ട് പോ. അടുത്തതായി ജമൈക്കൻ താര വീശുന്നേ. അൽ നാസർ വീശാൻ വേണ്ടി പോയെന്ന് രാവിലെ. അതന്നെ ഞാനത് ഉദ്ദേശിച്ചത്. കൂളി മീൻ കാണും. മീൻ നിങ്ങളെ കാണും. എന്നാ കാണുന്നുണ്ടാ? ആടുന്ന ഇപ്പുറത്തെ അയ്യോ മീനുണ്ടാ? കാട്ടിയ കാട്ടറാ എടുത്തിട്ട്. അയ്യോ ഫുള്ള് കളി തന്നെ. ഓക്കെ അടുത്തിരി പിടി. നിങ്ങൾ ഈ മാർക്കറ്റ് ബീസിന്റെ മുതലാളിയാ? ഇതോടുകൂടി നമ്മളെ ബീച്ചില് മതിയാക്കിയിരിക്കാണ്. നിങ്ങൾ നിങ്ങനെ ശരിക്കും എടുക്കുന്ന തിരിയുന്നില്ല. അങ്ങനെ ഓക്കെ എന്നാ മറിഞ്ഞു. ചുക്കാനോ? ഓക്കെ നടക്കട്ടെ. മീനെല്ലാം എവിടെയോ ഒത്തിയാ ഗൾഫിലാറ്റോ ഔത്തിക്കിലെത്തിയിട്ടുണ്ടോ മീന്? തന്നെ കാടും പടല വെച്ചിട്ട് വന്ന് എന്തെങ്കിലും വേണ്ടേ? വേണ്ട അത് തൂവാലാട്ടിയാണ്. രാവിലെ ഇതോടുകൂടി നമ്മളെ ബീവലയുടെ മതിയാക്കിയിരിക്കുകയാണ്. അവസാന മെയിനും ചാക്കിലായിരിക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 5-6 കിലോ. 5 മണിയായി. 5 മണിയല്ല 6 മണിയാവണേ. 6 കിലോ മേടിച്ചു. ചാത്തോണ്ട പോത്ത് അവര് വലയിലേക്കുണ്ട്. അപ്പൊ സംഭവം രാവിലെ മതിയാക്കൂടെ? നമുക്ക് മതിയാക്കുന്ന മാത്രല്ല കിട്ടാണ്ടായല്ലേ അല്ലേ? കിട്ടാണ്ടായില്ലേ? എല്ലാം പോയി. എല്ലാം ആ വെള്ളത്തിന് അനക്കത്തിന് അടിയോ പോയി. നോക്കിട്ടെ സൂര്യനെല്ലാം താണ്. ഇവിടെയെല്ലാം നെല്ലുണ്ടെന്ന് നമ്മളെ ഉറപ്പാണ്. ഏത് നമുക്കിത് നെല്ലിന്ന് അറിയുന്നുണ്ട്.
വീണ് പോത്ത് വീടൊക്കെ വീണ്. ശരിയാണ് പിടുത്തക്കാരനാന്ന്. പിന്നെ അല്ലാണ്ട് പിന്നെ അങ്ങനെ പറയുന്നത് അന്നെ തപ്പുന്നുണ്ട്. അന്നോട് നിൽക്കാം. ഇതെല്ലാം ശരിയാണ്. നമ്മ പിടിക്കാൻ നമ്മളെ ട്രിക്കെല്ലാം അറിയാട്ടാ. ആ ശരിയായ സാധനത്തിന്റെ കിട്ടീനി. എന്നാ കിട്ടും നോക്കട്ടെ. ചോപ്പ് അത്രയില്ലല്ലേ മലക്കുത്തടിക്കുന്ന പുല്ലം മച്ചലത്. രാഹുല് ആറോട്ടം വീശിനേല് ഞാൻ അങ്ങനെ ഇങ്ങനെ പായിച്ചിട്ട് ഇങ്ങനെ കിട്ടി. ഇത് അവസാന വലിയ കിട്ടിയത് ബലയെല്ലാം വൃത്തിയാക്കി വെച്ചെടുത്താന്ന് ചങ്ങായി പറഞ്ഞ ഒന്നും കൂടെ അറിയാം. നീ വൃത്തിയാക്കാൻ പറയാനോട് നോക്കട്ടെ. ഇത് മോശമില്ല എന്നാലും. പക്ഷെ നേരത്തെ വലിയ തൊണ്ടിന്റെ അത്രയും കിട്ടിട്ടല്ലേ. പൊളിച്ച സാധനം. ഇതൊന്നും പ്രത്യേകം നല്ല ടേസ്റ്റ് ഈ പിലോപ്പി. കാരണം വളർത്തല്ല. ഇത് ഉപ്പുവെള്ള കെട്ടില് നിക്കുന്ന ചമ്പല്ലി ആയതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇത് ബാക്ക് പുഴ. ആ പുഴ നീരെ ഇങ്ങനെ കേറി വരുന്ന സാധനത്തിനാകുമ്പോ ഇവിടുന്ന് പിടിക്കുന്നു. ഉപ്പുവെള്ളത്തിൽ പിലോപ്പി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വളർത്തുന്ന ചമ്പലിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇത് നല്ല ഉപ്പായോണ്ട് തോലൊന്നും കളയാൻ പാടില്ല. പുരസ്കാരം കിട്ടിയതാ കാണിച്ച. ഇത് അവാർഡ് രാവിലെ. അപ്പൊ മതിയാക്കി സന്ധ്യയോടെ മതിയാക്കി കേട്ടാ. നമ്മിത് സംഭവം ഓരോട് നേരത്തെ വരാന്ന് പറഞ്ഞു. ഒരു ലൈറ്റാക്കി 4:45 ഒരു പച്ചയാണ്ട് നോക്കി നിന്നു. പച്ചയാണ്ട് നോക്കി നിന്നോണ്ട് ഇങ്ങോട്ട് ലേറ്റ് ആക്കി പോയതാണ്. നമുക്ക് എന്തായാലും കിട്ടിയ മീനും ടേസ്റ്റ് കാണിച്ചാ മക്കളെ. ഇറങ്ങ്. ഇത് നോക്കടാ സാധനം നോക്കി. കിടക്ക് കിടക്ക് കിടക്ക്. ഒരു ബസ് തുള്ളിയാണ്. നീ എവിടെയും പോയിക്കോ. ഓക്കെ. ഇത്രപ്പാട് മീനാന്ന് എത്ര അത്ര 6-5 ഉണ്ടാവും അല്ലേ? പിന്നെ അത്ര കയറിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ നമുക്ക് ഇതിനെക്കാട്ടി കുറെ കിട്ടട്ടേനു. നല്ല ഇതെല്ലാം ഈ പിലോപ്പിലും കണ്ട നോക്കിട്ട് സാധനം നോക്കിയതാ. എന്റെ കൈ നോക്കിയേ. കയ്യല്ലോ ഇനി കൈന്റെ ഇത്രയും പേര് എത്തും സാധനം. നോക്കട്ടെ. നിഡി എന്ന് പറഞ്ഞതാ. 1.5 നിഡി എന്ന് പറഞ്ഞത് ഇതാ സാധനം. ഇതാണ് പിലോപ്പി. നോക്കിയാ തെറിക്കുന്ന പിലോപ്പി. ഇതിന്റെ തെറിപ്പ് ഏകദേശം തീർന്ന്. അതിങ്ങനെ കുടഞ്ഞു തെറിപ്പിക്കുന്നല്ലേ? അതെ. അപ്പൊ ഇതിനെ നല്ല ബട്ടർഫ്ലൈ കട്ടടിച്ചിട്ടാവൂലേ ഗ്രില്ലിൽ വെക്കണേ. ല്ലേ നോക്കിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ നല്ല കിടില് ഏകദേശം ഏകദേശം 6-7 കിലോ ഉണ്ടാവല്ലോ. എന്തായാലും നമുക്ക് റോഫിന് കൂടി തൂക്കാണെങ്കിൽ കൊടുക്കട്ടെ. നമുക്ക് തെറിക്കുന്ന പിലോപ്പിനെ പിടിച്ചിട്ട് പോവുന്ന രാവിലെ. അതന്നെ. അപ്പൊ നമുക്ക് ഓക്കെ ടിക്ക് വരേണ്ട സമയമായി. മീനെടുക്കാൻ അപ്പൊ നമ്മളെ കൂടി ഉണ്ടായിരിക്കുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ ദേശത്തു നിന്നും നമ്മളേട്ടെ പോലും ഇല്ല. കല്യാണം ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചല്ലേ? നല്ല കിണ്ണം കാഴ്ച ഫോട്ടോ വിളിച്ചോ. വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർ എല്ലാം അവരാവില്ലേ പേക്കൊക്കെ പോയതേ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ഒക്കട്ടിക്ക് സൂര്യന്താണ്. ഓടിപ്പോയി പിടിക്കണം. പുലരേ പൂന്തോടിയിൽ ഇല്ല സാധനം കിട്ടിയേ. ഇതാ ഒരു വീഡിയോ ഒക്കെ സാധനം കിട്ടൂലട്ടാ. ക്യാമറ